നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ഈവനിങ് സ്നാക്ക് ആയാലോ. വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് എടുക്കാം. 2 ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ട്. അതൊരു 250 ഗ്രാം ഒക്കെ ഉണ്ടാവും. ഒരു വലുത് ഒരു ചെറുതുമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് 2 കഷ്ണങ്ങളൊക്കെ ആയിട്ടൊന്ന് മുറിച്ച് കുക്കറിലിട്ട് നിറച്ചും വെള്ളം ഒഴിച്ച് ഒരു 3-4 വിസിലിന് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് ഒരു നുള്ള് ജീരകം ഇട്ടൊന്ന് പൊട്ടുമ്പോൾ അതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ഇട്ട് കൊടുക്കാം. 1 പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ശകലം ഉപ്പും കൂടി ഇട്ടങ്ങ് വഴറ്റിയെടുക്കാം. ഒരു തണ്ട് കറിവേപ്പില കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതൊന്ന് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ ഒക്കെ പകുതി, ഒരു 2 നുള്ളൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാല അതോടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തില്ലേ അത് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉടയ്ക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർക്കാതെ ഉടയ്ക്കണേ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഉപ്പ് നോക്കി ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് ഇതിലേക്ക് ശകല മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 4 സ്ലൈസ് ബ്രെഡ് മുറിച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അത് പൊടിച്ചെടുത്ത് നമുക്ക് ഒരു പാനിലേക്ക് ഇട്ടതൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചൂടാക്കിയെടുക്കുന്നത് കുറച്ചുകൂടെ നല്ലത്. ഒരു 1-2 മിനിറ്റൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. നമുക്കതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചൊന്ന് മുരിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ. ഇത് വേണമെങ്കിൽ ഒന്ന് പൊടിച്ചു കൊടുക്കാം കൈ കൊണ്ട്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതിലേക്ക് നമുക്ക് 1 നുള്ള് ഗരം മസാലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അവിടെ വയ്ക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദ എടുക്കാം. ഇനി അതിലേക്ക് ഒരു 2 നുള്ള് ഉപ്പും 2 നുള്ള് ഗരം മസാലയും ഇട്ട് ഒരു 5-6 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കാം. അത് മതി. ഇതും നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി ഒന്നുമില്ല, എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. ഒരു സ്ലൈസ് ബ്രെഡ് എടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പൊട്ടറ്റോയുടെ മിക്സ് വെച്ച് കൊടുക്കാം. എല്ലായിടത്തും ഒരേപോലെ നിരത്തിയതിന് ശേഷം 4ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ബ്രെഡ് എടുക്കുമ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ബ്രെഡ് എടുക്കുവാണെങ്കിൽ കുറച്ച് നല്ല ഫേം ആയിട്ട് നിൽക്കും. ഇങ്ങനെ ഭയങ്കര സോഫ്റ്റായിട്ട് പൊടിഞ്ഞു പോവാതെ. അതുപോലെ തന്നെ 2 സ്ലൈസ് ബ്രെഡും കൂടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലും ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കാം. 4ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോ സ്ലൈസും എടുത്ത് ഈ മൈദയുടെ കൂട്ടിലൊന്ന് ഇട്ടൊന്ന് കവർ ചെയ്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് അതും ഒന്ന് കോട്ട് ചെയ്ത് അങ്ങെടുത്ത് മാറ്റി വയ്ക്കാം. ബ്രെഡ് ക്രംസ് കുറച്ച് വലിപ്പം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് മിക്സിയിലിട്ട് ഒന്നുകൂടെ ഒന്ന് വേണമെങ്കിൽ പൊടിക്കാവേ. എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എടുക്കാം. ചൂടാകുമ്പോൾ ഓരോന്നായിട്ട് പെറുക്കിയിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ആ സൈഡായി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ആയിട്ടുണ്ട്. നമുക്കിതിനെ എടുക്കാം. അതേപോലെ അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാനായിട്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത് കണ്ടോ, നല്ല മുരിഞ്ഞാണ് ഇരിക്കുന്നത്. പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പിയാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. പ്രത്യേക ടേസ്റ്റ് ആട്ടോ. നല്ല പുറംഭാഗമൊക്കെ നല്ല മുരിഞ്ഞിരിക്കുന്നതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഭയങ്കര ജ്യൂസി ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ശരിക്കും അടിപൊളി ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ചോദിക്കും ഇതെന്ത് സാധനമാണോ, ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവില്ല. എത്ര പെട്ടെന്ന് കഴിഞ്ഞു അല്ലേ. വൈകുന്നേരം കുട്ടികളൊക്കെ വരുമ്പോഴും അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.